സ്നേഹിച്ചു നീ. എന്റെ നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ ഇന്നേരം. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ ഇന്നേരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. അല്പസമയം നിന്റെ പാദപീഠത്തിൽ അടിയങ്ങൾ ഒരുമിച്ച് കടന്നു വരികയാ, നിന്റെ മാറോടൊന്ന് ചേർന്നണയ്ക്കുവാൻ. ഹല്ലേലൂയ. നീയാണ് കർത്താവേ ഞങ്ങൾക്കെല്ലാം, ഞങ്ങളുടെ ആശ്രയം നീയാണ് തമ്പുരാനെ. ഇന്ന് പകൽക്കാലം ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് അല്പസമയം എന്റെ കർത്താവിന്റെ പാദപീഠത്തിൽ ഒരുമിച്ചൊന്ന് കടന്നു വരികയാ. ഓ റികൾ കടകരികനകലകരഗതികമന ഹതുരിതികനകലകരഗതികമന. ഇന്ന് ഡിവൈസിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരികയാ. ആമേൻ. അല്പസമയം വചനത്തിന്റെ മുൻപാകെ അടിയങ്ങളായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കുമാറാകണം. ആമേൻ. മാനുഷിക ശബ്ദമല്ല, ഇന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവിക ആലോചനയെ കേൾക്കുവാൻ അടിയന്റെ നാവോട് കൂടെ ഇരുന്ന പരിശുദ്ധാത്മാവേ അവിടുന്ന് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാ. ആരും നിരാശയോടുകൂടെ പോകുവാൻ അനുവദിക്കരുത്. വചനം എന്റെ കർത്താവിൻ്റെതാ, അടിയങ്ങൾ അങ്ങയുടേതാ. ഹല്ലേലൂയ. കടന്നു വന്ന ഹല്ലേലൂയ ജനം നിന്റെ വകയാ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കുമ്പോൾ ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാ. ഇന്ന് പകൽക്കാലം കേൾവി കേൾക്കുന്നതായിട്ടുള്ള നിന്റെ ജനത്തിന് സംസാരിക്കുന്ന അടിയനും ഒന്നുപോലെ വിടുതലിന് മുഖാന്തരമായിരിക്കട്ടെ. ഞങ്ങളെ ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുകയാ. ആമേൻ. ധാരാളം വിഷയങ്ങൾ ഹല്ലേലൂയ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചല്ലോ. നിന്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിന്റെ പേരിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയാകണം. ഇതിനകത്താരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം വചനം അയച്ച് ഹല്ലേലൂയ ആമേൻ സൗഖ്യം കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാ. നിന്നെ തൊട്ടവരും നീ തൊട്ടവരും ആരും ഹല്ലേലൂയ വെറുതെ പോയിട്ടില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പ്രവൃത്തി ഇതിന്റെ നടുവിൽ വെളിപ്പെടട്ടെ കർത്താവേ. ഈ ഹല്ലേലൂയ മിനിസ്ട്രിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാ. ദൈവദാസനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാ. അനേകരെ തീയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുവാൻ നിന്റെ ദാസനെ അഭിഷേകത്തോടെ നിർത്തിയാട്ട്. അടിയങ്ങൾ ഒരുമിച്ച് വചനത്തിന് മുൻപാകെ താണിരിക്കുന്നു. ക്രൂശിന്റെ മറവിൽ ഞങ്ങളെ മറക്കേണം. അഭിഷേകത്തോടുകൂടെ ആമേൻ നിന്റെ വചനത്തെ ഘോഷിപ്പാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. അടിയന്താ നിന്റെ പാദപീഠത്തിൽ താണിരിക്കുന്നു കർത്താവേ. നീ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, നീ മറുപടി നൽകുന്ന ദൈവമായിരിക്കാതെ സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ വചനമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ഹല്ലേലൂയ. ഇയ്യോബിന്റെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇയ്യോബിന് സംഭവിച്ച കാര്യങ്ങളൊക്കെ. ഇവിടെ വായിക്കുന്നത് ഇയ്യോബ് ദൈവത്തോട് സംസാരിക്കുകയാണ്. ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി, കേൾക്കണമേ ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇയ്യോബ് ദൈവത്തിന്റെ അഭിഷക്തനായ ദാസൻ. ഹല്ലേലൂയ. എല്ലാ ദിവസവും ദൈവത്തോട് ചേർന്ന് ദൈവത്തിന്റെ ആലോചന കേൾക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അഭിഷക്തനെ കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. ആമേൻ. അങ്ങനെയുള്ള ഇയ്യോബിന്റെ ജീവിതത്തിന്മേൽ ആമേൻ ഒരു പരീക്ഷ നേരിട്ടപ്പോൾ ഇയ്യോബ് പലപ്പോഴും തന്നെ പ്രാകുകയും താൻ ജനിച്ച ദിവസത്തെ കുറിച്ച് പ്രാകുകയും ഒക്കെ ചെയ്തു. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞൊരു 38-ാമത്തെ അധ്യായം വരെ തൊട്ടിങ്ങോട്ട് തുടങ്ങുമ്പോൾ ദൈവം, യഹോവയായ ദൈവം ഇയ്യോബിനോട് സംസാരിക്കുകയാണ്. ആമേൻ. ദൈവം ഇയ്യോബിനോട് സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ ഇയ്യോബ് വിറയ്ക്കുവാനായിട്ട് തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ വായിക്കുക, യഹോവയായ ദൈവമേ, ഇതുവരെയും ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. പ്രൈസ്
പ്രൈസ് ലോർഡ്. എന്നാൽ ഇപ്പോൾ ഞാൻ എന്റെ കണ്ണാലെ കാണുകയാ. പ്രിയ ദൈവത്തിന്റെ ജനമേ, ആമേൻ, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കേൾക്കുകയും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കാണുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടുള്ളവരായിരിക്കാം. എന്നാൽ കർത്താവിന്റെ സാന്നിധ്യം ഒന്ന് കണ്ടനുഭവിക്കുവാൻ തക്കവണ്ണം, ആമേൻ, ആർക്കെങ്കിലും ഭാഗ്യമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ പരമായിട്ടുള്ള സന്തോഷം മറ്റൊന്നുമില്ല. നമ്മൾക്ക് ദൈവത്തിന്റെ ആ ഒരു ദൈവിക ഇടപെടൽ അനുഭവിക്കുവാൻ, ആ കർത്താവിന്റെ സാന്നിധ്യം ഒന്ന് കണ്ട് പ്രാർത്ഥിക്കുവാൻ, ഹല്ലേലൂയ, ദർശനമുള്ളവരായി തീരുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് എല്ലാവർക്കും ഇടയായി തീർന്നു. ഇവിടെ ഇയ്യോബിനോട് യഹോവയായ ദൈവം ചുഴലിക്കാറ്റിൽ വന്ന് ഇയ്യോബിനോട് സംസാരിക്കുകയാ. ഇയ്യോബ് സമ്മതിക്കുക, യഹോവേ, എന്റെ അറിവില്ലായ്മ കൊണ്ട്. കണ്ടപ്പോഴാണ് ഇയ്യോബിന് ദൈവത്തിന്റെ ആ തീഷ്ണത മനസ്സിലായത്. നമുക്കും അങ്ങനെയല്ലേ? പലരുടെയും സാക്ഷ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള കാര്യം കുറെ കഴിയുമ്പോ അത് മറന്നു പോകാൻ ഇടയുണ്ട്. എന്നാൽ നമ്മൾ കാണുന്ന കാര്യം ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകത്തില്ലല്ലേ? ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അത് മാഞ്ഞു പോകത്തില്ല. ആ കണ്ട കാഴ്ചപ്പാട് അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കും. അപ്പൊ ഇവിടെ യഹോവയായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞപ്പോൾ ഇയ്യോബ് പറയുക, ഇതുവരെ ഞാനൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ഇപ്പോൾ ഞാൻ അനുഭവിച്ചറിയുക. നോയിക്കേ, ഇയ്യോബ് ദൈവത്തെ അനുഭവിച്ചറിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയപ്പോൾ, ദൈവത്തെ മുഖാമുഖമായി കാണുവാനായിട്ട് ഒരു അവസരമുണ്ടായപ്പോൾ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുക, ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്തു, പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിച്ചു. പ്രൈസ് ദി ലോർഡ്. നോയിക്കേ, കേട്ടറിവ് മാത്രം ഉണ്ടായിരുന്നപ്പോൾ, ആമേൻ, ഇയ്യോബ് ഇങ്ങനെ ചെലച്ചുകൊണ്ടിരുന്നു. പക്ഷേ അനുഭവത്തിലേക്ക് കണ്ണാൽ കാണുവാൻ ഇടയായപ്പോൾ, ആമേൻ, ഈ ദൈവത്തിന്റെ തേജസ്സും സാന്നിധ്യവും മനസ്സിലായപ്പോൾ ഇയ്യോബ് പറയുകയാ, അയ്യോ, ആമേൻ, ഞാൻ തെറ്റായി പോയി ചെയ്തത്. ആമേൻ, എന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാ. ആമേൻ, തന്നെ വെറുത്തു. എന്തുകൊണ്ടാ? ഈ ദൈവത്തെ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ മുമ്പാകെ പിറുപിറുക്കുകയും തന്നെ ശപിക്കുകയും രാവുകയും ഒക്കെ ചെയ്തതിനെ ഓർത്ത് ഇയ്യോബ് അനുതപിക്കുക. അവിടെ പറയുക, ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എനിക്കിന്ന് പകൽക്കാലം പറയുവാനായിട്ടുള്ള ഒന്നാമത്തെ കാര്യം, നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ, ദൈവദാസൻ പറഞ്ഞു, യേശു കർത്താവിനെ, ആമേൻ, കൈക്കൊള്ളുന്നവൻ, ക്രിസ്തുവിനായ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ആമേൻ, നമ്മൾ ധാരാളം മെസ്സേജുകളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ആമേൻ, കർത്താവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, നമ്മൾ ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ, യേശു കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ, ഞാനൊരു ദൈവമൈതലായി തീരുമ്പോൾ, ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടതായിട്ടുള്ള കാര്യമാണ് അനുതാപം. ഹല്ലേലൂയ. ശ്രേഷ്ഠനായ ഇയ്യോബ് ദൈവത്തെ വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നയാളാ. പക്ഷേ ആമേൻ, കർത്താവിനെ കണ്ട് കർത്താവിനെ കൂടുതൽ രുചിച്ചറിഞ്ഞപ്പോൾ അവിടെ അനുതാപത്തോടുകൂടെ ഇയ്യോബ് മുഴങ്കാല് മടക്കുകയാ. തന്നെ വെറുത്ത് ആമേൻ ഈ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാ. ഇതുപോലെ തന്നെ യെശയ്യാവിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ, ആമേൻ, യെശയ്യാവിന്റെ പുസ്തകം, യെശയ്യാവ് പ്രവാചകനാണ്, ദൈവദാസനാണ്. പക്ഷേ 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, ആമേൻ, സ്വർഗത്തിന്റെ സിംഹാസനം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിന്മേൽ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ടത് യെശയ്യാവ് കാണുവാൻ ഇടയായി. അപ്പോൾ യെശയ്യാവിന്, ആമേൻ, തന്റെ ഹൃദയം, ഹല്ലേലൂയ, ആമേൻ, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ ഈ അരിഷ്ടതയുള്ള ജനത്തിന്റെ നടുവിലാണ് വസിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യമുള്ളിൽ വരികയാ. പലപ്പോഴും നമ്മൾ ബൈബിള് വായിക്കും, വചനം കേൾക്കും, പക്ഷേ നമ്മൾ എത്രമാത്രം ഈ കർത്താവിന്റെ സന്നിധിയിലേക്കൊന്ന് ഇറങ്ങി ചെന്നിട്ടുണ്ട് എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം കേട്ടോ. കൂടുതൽ
സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ കർത്താവിന്റെ സ്നേഹം നമ്മളൊന്ന് രുചിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോഴാണ് നമുക്ക് പലപ്പോഴും ഈ കർത്താവിന്റെ വിശുദ്ധി എത്രമാത്രം തീഷ്ണതയുള്ളതാണ്, ഈ ദൈവം എത്രമാത്രം വലിയവനാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകുന്നത്. യെശയ്യാവിന് അപ്പോഴാണ് മനസ്സിലായത്, ആമേൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനാ, ഈ അരിഷ്ടതയുള്ള ജനത്തിന്റെ നടുവിലാണ് ജീവിക്കുന്നത്. ആമേൻ, തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ആമേൻ അനുതാപത്തോടുകൂടെ യെശയ്യാവും ദൈവസന്നിധിയിലേക്ക് താഴ്ത്തി. എന്തുകൊണ്ടാ? ദൈവത്തിന്റെ തേജസ് കണ്ടപ്പോൾ. അതുപോലെ തന്നെയാണ് മോശയും ദൈവത്തെ കണ്ടു. ഒരുപാട് പേര് തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ ധാരാളം ആളുകൾ ദൈവത്തെ മുഖാമുഖമായി കണ്ടവരുണ്ട്. ആമേൻ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞവരുണ്ട്. ഹല്ലേലൂയ. മോശ ദൈവത്തെ കണ്ടതിന് ശേഷം താഴെ ഇറങ്ങി വരുമ്പോൾ ഈ ജനം ഹല്ലേലൂയ മോശയെ കണ്ട് ഭയപ്പെടുന്നത് പോലെ, ആമേൻ, മോശയുടെ മുഖത്തെ തേജസ് കണ്ടപ്പോൾ ആമേൻ മോശയോട് പറഞ്ഞു, മോശയെ നീ ഞങ്ങളുടെ അടുക്കിലേക്ക് വരണ്ട. എന്താ കാര്യം എന്നറിയാമോ? ഈ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചിട്ട് ഇറങ്ങി വന്ന മോശയുടെ മുഖം അതുപോലെ തേജസ് ഉള്ളതായി തീർന്നു. നമ്മൾക്ക് ഈ ദൈവത്തെ നമ്മൾ എത്ര ഭയത്തോടു കൂടിയാണ് കാണുന്നത്? ഈ ദൈവത്തിന്റെ വിശുദ്ധി എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നമ്മുടെയൊക്കെ പ്രശ്നം, നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ഈ ഒരു ദൈവസന്നിധിയിൽ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു വിശുദ്ധി നിലനിർത്തണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് പലപ്പോഴും നമുക്കിന്നില്ല. നമുക്കറിയാം നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ഈ കർത്താവ് ദീർഘക്ഷമയുള്ളവനും മനസ്സലിവുള്ളവനുമാ. അതുകൊണ്ട് ഈ അപ്പന്റെ അടുക്കലേക്ക് വന്നൊന്ന് കണ്ണുനീരോടെ മുട്ടുമടക്കിയാൽ അവൻ ക്ഷമിക്കുമെന്നറിയാം. പക്ഷേ നമ്മൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ആരാണെന്നുള്ള ബോധ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധി ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇയ്യോബ് തന്നെ താഴ്ത്തി അനുതപിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഒന്നാമത് എനിക്ക് പറയുവാനായിട്ടുള്ള ഒരു കാര്യം, ആമേൻ, നമ്മൾ കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ, കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് അറിയുമ്പോൾ, ആമേൻ, നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തണം. എത്രമാത്രം ദൈവസന്നിധിയിൽ താഴ്മയോടുകൂടെ ഇരിക്കാമോ, ആമേൻ, അത്രമാത്രം ദൈവസന്നിധിയിൽ താണിരിക്കുവാനായിട്ടിടയായി തീരണം. ഇന്ന് ഈ ഒരു നമ്മളെ തന്നെ അനുതാപത്തോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നതൊക്കെ ഇന്ന് കുറവാ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ ദൈവത്തെ നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു അനുഭവമാണ് ഇന്ന് ജീവിതത്തിലുള്ളത്. എന്നാൽ അനുതാപത്തോടെ ദൈവസന്നിധിയിൽ പിറുപിറുക്കാതെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില പരീക്ഷകളൊക്കെ കൊണ്ടിടുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, ആ കർത്താവിന്റെ മാറോടൊന്ന് ചേർന്നിരിപ്പാൻ, ആ കർത്താവിന്റെ ആ ഒരു സാന്നിധ്യം ഒന്ന് അനുഭവിച്ചറിയുവാൻ ചില പരീക്ഷണത്തിനകത്തൂടെ നമ്മളെ കയറ്റിവിടും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രിയ ദൈവത്തിന്റെ ജനമേ, നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ആമേൻ ദൈവത്തോട് പിറുപിറുക്കുവാനോ ദൈവത്തെ സന്നിധിയിൽ അകന്നു പോകുവാനോ, ആമേൻ ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ടും എന്റെ ജീവിതത്തിൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ചോദിക്കാനോ നിൽക്കാതെ, അതിനുപരിയായി എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആമേൻ അതിന് വലിയ ഒരു എന്തെങ്കിലും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടാകും. എന്നെ കുറിച്ച് കുറെ കൂടെ എന്നെ ഒന്ന് ശുദ്ധീകരിക്കുവാനായിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ എനിക്ക് കുറെ കൂടെ ക്രമീകരണം പ്രാപിക്കുവാനായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി ആ ദൈവസന്നിധിയിലേക്ക് താണിരിക്കുവാനായിട്ട് നമുക്കിടയായി തീരണം. ധാരാളം ഈ ദൈവത്തെ കണ്ടവർ, ആമേൻ, ധാരാളം പേര് തിരുവചനത്തിൽ പറയുന്നു. ആമേൻ, രണ്ടാമത് ദൈവത്തെ കണ്ടതായിട്ടുള്ള വ്യക്തികൾ ഏതെല്ലാം തരത്തിൽ മുന്നോട്ട് കടന്നു പോകണമെന്ന് അല്പസമയം നമുക്ക് ചിന്തിക്കാം. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ആമേൻ, ഉൽപ്പത്തി 12-ന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? 7-ാമത്തെ വാക്യം, ഉൽപ്പത്തി 12-ന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഇടം പണിതു. പ്രൈസ് ദി ലോർഡ്. മതി. അവിടെ പറയുക, യഹോവയായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. അപ്പോ
ഒന്നാമത് ഇയ്യോബിനോട് ദൈവം സംസാരിച്ചു. ഇയ്യോബ് ദൈവത്തെ കണ്ടപ്പോൾ, ദൈവത്തെ അടുത്തറിഞ്ഞപ്പോൾ ഇയ്യോബിനെ തന്നെ താഴ്ത്തി. ഒന്നാമത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളുടെയും ജീവിതത്തിൽ വേണ്ട ഒന്നാമത്തെ കാര്യം അനുതാപത്തോടുകൂടെ കടന്നു വരണം. രണ്ടാമത് ഇവിടെ കാണുകയാണ്, അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനായി. അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനായിട്ട് 22-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അബ്രഹാമേ, നീ എന്നെ അനുസരിച്ചത് കൊണ്ട് നീ കാരണം ഈ ലോകത്തിലുള്ള സകല ജാതികളെയും ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്താ കാരണം? അബ്രഹാം അനുസരിച്ചു. അബ്രഹാം ദൈവത്തെ കണ്ടു. അബ്രഹാമിന് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി അബ്രഹാമിനെ തെരഞ്ഞെടുത്തു. ആമേൻ. ദൈവം പറഞ്ഞു, ആമേൻ, അബ്രഹാമേ, നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ഒക്കെ വിട്ട് ആമേൻ ഞാൻ നിനക്ക് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ. ഒരിക്കലും അബ്രഹാം തിരിച്ചു ചോദിച്ചില്ല, കർത്താവേ, എനിക്ക് ഏത് ദേശമെന്ന് അറിയത്തില്ല, ഞാൻ ഈ ദേശത്ത് പുതിയ ആളാണ്, അല്ലെങ്കിൽ എനിക്ക് പരിചയമോ ഒന്നുമില്ല എന്നൊന്നും ദൈവത്തോട് പറഞ്ഞില്ല. ഒരു എക്സ്ക്യൂസുകളും പറഞ്ഞില്ല. അബ്രഹാമിനോട് ദൈവം എന്ത് പറഞ്ഞു? ആമേൻ. അബ്രഹാം അതുപോലെ അനുസരിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവം എന്താണ് പറയുന്നതെന്ന് കേൾക്കുവാൻ ആമേൻ നമ്മൾ കാതോർക്കുമ്പോൾ എന്താണ് ദൈവത്തിന്റെ ആഗ്രഹമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മളെ ദൈവസന്നിധിയിൽ ഒന്ന് വിട്ടുകൊടുക്കാറുണ്ടോ? കർത്താവേ, എന്നെ കുറിച്ച് എന്താണ് ദൈവത്തിന്റെ നിയോഗം? ഇന്ന് പലപ്പോഴും ആമേൻ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ആമേൻ ദൈവത്തെ നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരുന്ന അനുഭവമല്ലേ? കർത്താവേ, എനിക്ക് ഇന്നത് വേണം, എനിക്ക് ഇന്നത് വേണം, എനിക്ക് ഇന്ന കാര്യം ഇങ്ങനെ ആയാൽ ഇങ്ങനെ ആകാമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കൊള്ളാമായിരുന്നു. നമ്മൾ ദൈവത്തെ പഠിപ്പിക്കാനും കർത്താവിന് ട്യൂഷൻ എടുക്കാൻ പോകുന്ന ഒരു സ്വഭാവം നമ്മൾ നിർത്തിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ നമ്മൾ പഠിപ്പിക്കാൻ പോകണ്ട. ദൈവത്തിനറിയാം നമ്മുടെ ജീവിതത്തെ കുറിച്ച്. എന്നാൽ നമ്മുടെ ആവശ്യങ്ങളൊന്നും ദൈവത്തോട് പറയണ്ടെന്നല്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, എന്റെ ആഗ്രഹം ഇങ്ങനെയൊക്കെയാണ്, പക്ഷേ എന്റെ ജീവിതത്തിൽ ഇന്നത് സാധിക്കുന്നത് എന്റെ കർത്താവിന് ഇഷ്ടമാകുന്നുവോ? എന്റെ കർത്താവിന്റെ താല്പര്യം അനുസരിച്ചാണോ ആമേൻ ഇന്ന പ്രവൃത്തി എന്റെ ജീവിതത്തിൽ നടക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിച്ചു വേണം പ്രാർത്ഥിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. വഴിയൊന്നും കർത്താവിന് പഠിപ്പിച്ചു കൊടുക്കണ്ട. നമ്മൾ എന്തോ ചെയ്യുന്നേ? നമ്മുടെ ആവശ്യത്തിന് വേണ്ടി, നമ്മുടെ ജഡീകമായിട്ടുള്ള ചിന്തകൾക്ക് വേണ്ടി, നമ്മുടെ ഈ ലോക ജീവിതത്തിന് വേണ്ടി നമ്മുടെ വഴിയിലൂടെ കർത്താവിനെ അങ്ങ് വലിച്ചുകൊണ്ട് പോവാ. പ്രൈസ് ദി ലോർഡ്. എന്താണ് കർത്താവ് പറയുന്നത്? കുഞ്ഞെ, നീ അങ്ങോട്ട് പോകാൻ പറഞ്ഞ അങ്ങോട്ട് പൊക്കോണം. ആമേൻ. ഇവിടെ അബ്രഹാമിനെ അനുസരണയോട് കൂടെ കണ്ടു. എന്നാൽ തിരുവചനത്തിൽ ആമേൻ പ്രവാചകന്മാര് ബിലെയാം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചത് എന്താ സംഭവിച്ചേ? ബിലെയാമിനോട് പോകണ്ട എന്ന് പറഞ്ഞിട്ടും ബിലെയാം ഹല്ലേലൂയ ബാലാക്കിന്റെ പിന്നാലെ പോയത് കൊണ്ട് എന്താ ബിലെയാമിന് സംഭവിച്ചേ? ബിലെയാമൻ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. പക്ഷേ ബിലെയാമിന്റെ കഴുത കണ്ട കാഴ്ചപ്പാട് പോലും ആമേൻ കഴുത കണ്ടിട്ടും കഴുത സംസാരിച്ചിട്ടും ബിലെയാമിന് കാണുവാനുള്ള അകക്കണ്ണ് തുറക്കാൻ കഴിയാതെ പോയി. എന്താ കാരണമെന്നറിയാമോ? ആമേൻ ദൈവം ഒരിട കാര്യത്തെ കുറിച്ച് വേണ്ട എന്ന് പറഞ്ഞാലും ആമേൻ പിന്നെയും കർത്താവേ കർത്താവേ താന്നും പറഞ്ഞ് ഇങ്ങനെ നിർബന്ധിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ നിർബന്ധത്തിന് വഴി എന്നാ നീ കൊണ്ടുവെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യവും ദൈവത്തോട് നിർബന്ധിച്ച് നമ്മൾ ചോദിക്കരുത്. അതുപോലെ തന്നെയാണ് ആമേൻ ഹല്ലേലൂയ ആരാ യോനയോട് പറഞ്ഞു നിനവേ പട്ടണത്തിലേക്ക് പോകുവാൻ. ആമേൻ അവിടുത്തെ ജനം നഷ്ടപ്പെട്ടു കിടക്കുന്നു. ആ ജനത്തിന്റെ നടുവിലേക്ക് കടന്നു എന്ന് ആമേനെ മാനസാന്തരത്തെ കുറിച്ച് അവരോട് സംസാരിക്കണം. ആ ദേശം ദൈവം നശിപ്പിക്കാനായിട്ട് പോകുകയാണ് എന്ന് നിനവേ പട്ടണത്തിൽ പോയി സംസാരിക്കാൻ പറഞ്ഞു. പക്ഷേ ആമേൻ ആ ഭക്തൻ എന്താ ചെയ്തേ? തർസോസിലേക്ക് പോയി. ഹല്ലേലൂയ. ആമേൻ തർസോസിലേക്ക് പോകാനായിട്ട് പോയപ്പോ തന്നെ പ്രശ്നങ്ങൾ കടന്നു വന്നു. എന്താ അവിടെ കണ്ടത്? അനുസരണക്കേട്. എന്നോട് നിങ്ങളോട് എങ്ങോട്ട് പോകാൻ പറയുന്നോ അങ്ങോട്ട് പോയിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആഗ്രഹം ഒന്ന് കിടക്കെ എന്റെ ആഗ്രഹത്തിലേക്ക് ദൈവത്തെ വലിച്ചുകൊണ്ട് പോയാൽ ആമേൻ പ്രശ്നം അവിടെ ആരംഭിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ കപ്പൽ കയറി ആമേൻ ദൈവത്തിന്റെ വാക്കിന് വില കൊടുക്കാതെ ആമേൻ കപ്പൽ കയറി യാത്ര ആരംഭിച്ചു. ആമേൻ ആ കപ്പലിൽ ഉണ്ടായിരുന്ന മുഴുവൻ സാധനം എടുത്ത് വെള്ളത്തിൽ കളഞ്ഞിട്ടും ആമേൻ ഹല്ലേലൂയ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരുത്തൻ അനുസരണക്കേട് കാണിച്ചത് കൊണ്ട്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ് ആമേൻ അനുസരണക്കേട് കാണിച്ചാൽ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ചെയ്താൽ
അവരെ കൂട്ടുന്നവര് പോലും കഷ്ടത്തിലാകുമെന്നുള്ളതാണ് ആ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുവാനായിട്ട് കഴിയുന്നത്. അവസാനം എന്താ സംഭവിച്ചേ? ആഴക്കടലിലേക്ക് പോകുകയും ആമേൻ ഹല്ലേലൂയ മഹാമത്സ്യത്തിന്റെ വായിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് അനുതാപത്തോടുകൂടെ ദൈവസന്നിധിയിൽ നിലവിളിക്കുകയും ചെയ്തപ്പോൾ ദൈവം എന്താണോ ആഗ്രഹിച്ചത് അവിടെ കൊണ്ടിടുവാനായിട്ടിടയായി തീർന്നു. എന്തിനാ വെറുതെ അടി വാങ്ങിച്ചു കൂട്ടുന്നേ? പ്രൈസ് ദി ലോർഡ്. ആദ്യമേ പറഞ്ഞ കാര്യം കേട്ടാൽ അനുസരിച്ചാ പോരായിരുന്നോ? നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇത് തന്നെയാ. പലപ്പോഴും നമ്മൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ആമേൻ നമ്മുടെ വഴിക്ക് ദൈവത്തെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു സ്വഭാവം ആമേൻ ഇന്ന് ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നും ആമേൻ ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്നും ദൈവത്തിന്റെ ആലോചന എന്താണെന്നും തിരിച്ചറിഞ്ഞിട്ട് ആ കർത്താവ് പറയുന്ന വഴിയിലൂടെ സഞ്ചരിക്കുവാനായിട്ടിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ നീ എല്ലാം വിട്ടിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാ. ആമേൻ. അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. ആമേൻ ഹല്ലേലൂയ. കർത്താവിനെ കണ്ടെത്തുന്ന ദൈവത്തിന്റെ വൈതലേ, കർത്താവിനോട് ചേർന്നിരിക്കുന്ന ദൈവത്തിന്റെ വൈതലേ, നിന്റെ ജീവിതത്തിൽ ആമേൻ ഈ അപ്പനുമായിട്ട് ഹല്ലേലൂയ ബന്ധം പുലർത്തി മുമ്പോട്ട് പോകുമ്പോൾ ഈ അപ്പനെ അനുസരിക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് ആമേൻ ഈ കർത്താവിന്റെ ചരണിൽ നിന്ന് അതിവിശാലമായ വഴിയിലൂടെ പോകുവാനൊക്കെ നമുക്ക് ആഗ്രഹമാ. പക്ഷേ ആമേൻ അങ്ങനെ നമ്മുടെ ലക്ഷ്യം തെറ്റി സഞ്ചരിച്ചാൽ ആമേൻ ഹല്ലേലൂയ നൂല് പൊട്ടിയ പട്ടം പോലെ നമ്മൾ ചിതറിപ്പോകേണ്ട ആ ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ടാണ് മുടിയനായ പുത്രനെ കുറിച്ച് നമ്മൾ വചനത്തിൽ നിന്ന് പഠിച്ചിട്ടില്ലേ? ആമേൻ. അപ്പന്റെ സാന്നിധ്യം, അപ്പന്റെ സംരക്ഷണം വിട്ടിട്ട് അവൻ ദൂരത്തേക്ക് പോയി. ആമേൻ. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ, ഒന്നുമില്ലാത്തവനെ പോലെ മടങ്ങി വരേണ്ടി വന്നു. എവിടെ വന്നിട്ടാ പിന്നെയും ഗത്യന്തരമുണ്ടായേ? അപ്പന്റെ സന്നിധിയിലേക്ക് വന്നിട്ടാ. അപ്പോ എല്ലാം നഷ്ടപ്പെടുന്നതിന് മുമ്പേ ഈ അപ്പന്റെ അനുസരണയുള്ള മകനായി ആമേൻ അവിടെ ആയിരുന്നു എങ്കിൽ ഈ മകൻ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട വരുമായിരുന്നു? ഇല്ല. ഇവിടെ അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. അതുകൊണ്ട് അബ്രഹാമിന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമുണ്ടായി. അബ്രഹാം മാത്രമല്ല അനുഗ്രഹിക്കപ്പെട്ടത്. അബ്രഹാമിനോട് പറയുക, അബ്രഹാമേ നീ മൂലം സകല ജാതികളെയും ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നെങ്കിൽ ആമേൻ അബ്രഹാം ദൈവത്തെ അനുസരിച്ചത് കൊണ്ടാ. ആമേൻ. ദൈവം അബ്രഹാമിനോട് എന്ത് പറഞ്ഞുവോ ആമേൻ അത് ജീവിതത്തിൽ ഏറ്റെടുത്ത് ഒരു വിടുതലായി ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, എന്നെ ഏത് ദേശത്തേക്ക് പോകുവാനായിട്ട് കർത്താവ് എന്നെ വിളിക്കുന്നുവോ, ഓ ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഇതിനകത്ത് ആരൊക്കെയോ ആമേൻ ഇരിക്കുന്ന ദൈവജനത്തോട് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുക. കഷ്ടതയുടെ നടുവിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ വെളിച്ചം എത്തിയിട്ടില്ലാത്ത ഇരുണ്ട് കിടക്കുന്ന ദേശത്തിന്റെ നടുവിൽ അനേകർ കിടന്നു വിങ്ങുന്നു. ഹല്ലേലൂയ. അവരുടെ നടുവിലേക്ക് നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വൈതലേ, നിന്റെ വിളി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആമേൻ നിന്നെ അയക്കുന്ന ദേശത്തേക്ക് കടന്നുപോയി ഇരുട്ടിൽ കിടക്കുന്ന ജനത്തെ പുറത്തു കൊണ്ടുവരണമെന്ന് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കുമോ? കർത്താവേ, എന്നെ കുറിച്ച് എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? എന്റെ മേലൊരു വേല വെച്ചിട്ടുണ്ട്, വേല കർത്താവ് ഒരുക്കിയിട്ടുണ്ടോ? ഞാൻ ഏത് ദേശത്ത് പോണം? ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കുമ്പോ കർത്താവേ, ഇന്ന് ഞാൻ ആരോട് സംസാരിക്കണം? ഇന്ന് ഞാൻ ആർക്കു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നേ? ഒരു ചെറുവിരലെങ്കിലും എന്റെ കർത്താവിന് വേണ്ടി അനക്കുവാൻ എനിക്ക് സാധിക്കുമോ? ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനമേ, നമ്മൾ ഓരോരുത്തരും ദേശത്തിന്റെ കാവൽക്കാരാണ് കേട്ടോ. ആമേൻ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മുടെ ദേശം. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിൽ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, ആമേൻ നമ്മുടെ ഭവനത്തിൽ ആരെങ്കിലും സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ, ആമേൻ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ മുഴങ്കാലും അടക്കി ആമേൻ അവർക്ക് വേണ്ടി ഇടിവിലിരുന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമായി ആമേൻ ജഡീയമായി ജീവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ മുഴങ്കാലും അടക്കണം. കർത്താവേ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എന്റെ കുടുംബം, ആമേൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എന്റെ ദേശം, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എന്റെ പട്ടണം ആമേൻ വിടുവിക്കപ്പെടുവാനിടയാകണം. അതിന് ഞാനൊരു മുഖാന്തരമാകണമേ, എന്നെ അതിനടുത്ത് ഉപയോഗിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. ഹല്ലേലൂയ. ആമേൻ.
അബ്രഹാം ദൈവത്തെ അനുസരിച്ചതുപോലെ ഇന്ന് പകൽക്കാലം അനുസരണയോടുകൂടെ ഈ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ടിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അവിടെ അബ്രഹാം അനുസരിക്കുക മാത്രമല്ല, അബ്രഹാം അവിടെ യാഗം കഴിച്ചു എന്ന് കാണുന്നു. ഹല്ലേലൂയ. അവിടുന്ന് 12-ാമത്തെ അധ്യായം താഴോട്ട് വായിക്കുമ്പോ 8-9 വാക്യങ്ങളോടൊന്ന് വായിക്കാവോ? 12-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ വായിച്ചോ. അവൻ അവിടെ നിന്ന് ബഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബഥേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരം അടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. മതി. നോയിക്കേ, അബ്രഹാം ദൈവത്തെ അനുസരിക്കുക മാത്രമല്ല, യഹോവയുടെ നാമത്തിൽ അവിടെ യാഗപീഠം പണിത് ദൈവത്തെ ആരാധന കഴിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ജനമേ, നമ്മുടെ ഭവനം ഒരു ബഥേലാക്കി മാറ്റുവാൻ ഇന്ന് പകൽക്കാലം കഴിയുമോ? നമ്മുടെ ഭവനം ഒരു ആരാധന ആലയമായി മാറുവാൻ കഴിയുമോ? ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അനേകര് നമ്മുടെ ഭവനത്തിൽ കടന്നു വന്ന് ആമേൻ ഹല്ലേലൂയ നമ്മുടെ ഭവനം ഒന്ന് വിട്ടുകൊടുത്തേ, ദൈവജനം ഒന്ന് ആരാധിച്ച് ബലം പ്രാപിച്ചു പോകട്ടെ. നമ്മുടെ ഭവനങ്ങൾ ഹല്ലേലൂയ ആമേൻ നമ്മൾ ഒരുക്കിയിട്ടിരിക്കുന്ന ഭവനങ്ങള് മറ്റുള്ളവരെ കടന്നു വരട്ടെ, അവർ നമ്മുടെ ഭവനത്തിൽ വന്നിരുന്നൊന്ന് ആരാധിക്കട്ടെ. ദൈവത്തെ അനുസരിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു ആരാധന ഉണ്ടായിരിക്കണം. ആമേൻ. എവിടെയെങ്കിലും എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, എവിടെയെങ്കിലും ഹല്ലേലൂയ ആരാധന മുടങ്ങിപ്പോയിട്ടുണ്ടോ? ആമേൻ. ഹല്ലേലൂയ യാഗപീഠം ഇടിഞ്ഞു കിടക്കുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ തകർക്കപ്പെട്ടിട്ടുള്ള യാഗപീഠത്തെ ഒന്ന് പണിയുവാനിടയായി തീരണം. ആമേൻ. ഒന്ന് അടുക്കി പണിതേ, ഒന്ന് വേർപെട്ടു നിൽക്കുന്നതിനെയൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്ത് വെച്ചേ യാഗപീഠം പണിതേ. ആമേൻ. ആരാധന വെളിപ്പെടുമ്പോൾ ആമേൻ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എവിടെ ആരാധനയുണ്ടോ ആമേൻ അവിടെ വിടുതലുണ്ട്. ഹല്ലേലൂയ. എവിടെ പ്രാർത്ഥനയുണ്ടോ ആമേൻ അവിടെ വിടുതലുണ്ട്. ആമേൻ. ആരാധനയിൽ തീ കത്തുവാൻ ഇടയായി തീരണം. ആമേൻ. ശലോമോൻ ആലയപ്പെടുന്നത് ആലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആമേൻ ദൈവത്തിന്റെ സാന്നിധ്യം ആലയത്തിനകത്തേക്ക് ഇറങ്ങിയിട്ട് പുരോഹിതന്മാർക്ക് അകത്ത് കടക്കുവാൻ കഴിയാത്തതുപോലെ ദൈവ തേജസ് വെളിപ്പെട്ടതുപോലെ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, എന്റെയും നിങ്ങളുടെ ഈ ഭവനങ്ങൾ തുറക്കപ്പെടുമ്പോൾ ആമേൻ ഹല്ലേലൂയ ജീവനില്ലാത്ത ആരാധനയല്ല കേട്ടോ. ആമേൻ. ആരാധനയ്ക്ക് വേണ്ടി മുഴങ്കാലും അടക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുവാൻ മുഴങ്കാലും അടക്കുമ്പോൾ ആമേൻ തീ കത്തുവാനിടയാകണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ യാഗങ്ങളിലൊക്കെ ഇന്ന് തീ കത്താറുണ്ടോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഉറങ്ങിയിരിക്കുന്ന ആമേൻ ഒരു ഉണക്ക പ്രാർത്ഥനയും കൊണ്ടിരിക്കല്ലേ. ആമേൻ. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ഹൃദയത്തിനകത്ത് തന്നിരിക്കുന്നത് ആത്മാവിൽ ആരാധിച്ച് ബലം പ്രാപിക്കുവാനാ. ആമേൻ. അന്യഭാഷയിൽ ആരാധിച്ച് നൃത്തം ചെയ്ത് നമ്മുടെ ഭവനങ്ങളിൽ ആമേൻ ആരാധന വെളിപ്പെടട്ടെ. ആ ദേശത്ത് ഒരു പൈശാചിക മണ്ഡലങ്ങളും അടുത്തു വരത്തില്ല കേട്ടോ. ആമേൻ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പറയും എന്നും ബന്ധനമാ, ബന്ധനം, പോര്. ആമേൻ. നിന്റെ വീട്ടിനകത്ത് ബന്ധനം അഴിക്കാൻ മറ്റാരെയും വിളിക്കണ്ടാന്ന്, നിനക്കെതിരെ ഉള്ള പോരിനെ അഴിക്കാൻ മറ്റാരും വരണ്ടാന്ന്. ആമേൻ. നിന്റെ അകത്തൊരു തീയുണ്ടോ? ആമേൻ. നിന്റെ അകത്തൊരു ഹല്ലേലൂയ വെളിപ്പാടുണ്ടോ? നീ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവനാണോ? നീ ദൈവത്തിന്റെ ആലോചന കേൾക്കുന്നവനാണോ? ആമേൻ. നിന്റെ മേൽ ഹല്ലേലൂയ ഒരു ദൈവിക ദർശനമുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ വെറുതെ ഇയ്യോബ് പറഞ്ഞതുപോലെ കേട്ട് മാത്രം ഇരിക്കുന്നവരായിരിക്കാനിടയാകരുത് കേട്ടോ. ദിനംതോറും നമ്മൾ കേൾക്കുന്ന വചനം നമ്മൾ ഏറ്റെടുക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ വിടുതലായി വ്യാപരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ദർശനമുള്ളവരായി തീരണം. നമ്മളെല്ലാവരും ദർശനമുള്ളവരായി തീരണം. ആമേൻ. ദേശത്തൊരു അനർത്ഥം വരുന്നതിന് മുൻപേ ആമേൻ ദൈവത്തിന്റെ ആമേൻ സോദോം ഗൊമോറ നശിപ്പിക്കുന്നതിന് മുൻപ് അബ്രഹാം തിരിച്ചറിഞ്ഞു. ആമേൻ. ദൈവത്തിന്റെ ദൂതൻ അബ്രഹാമിനെ അറിയിച്ചിട്ടാണ് സോദോം ഗൊമോറ നശിപ്പിക്കാൻ പോയത് കേട്ടോ. ഇതുപോലെ ദൈവം തന്റെ ഭക്തന്മാരെ അറിയിക്കാത്ത ദേശത്തൊന്നും ചെയ്യത്തില്ല. ആമേൻ. അത് അറിയണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? നമ്മളും ഈ ദൈവം തമ്മിൽ ആഴമേറിയ ഒരു ബന്ധമുണ്ടായിരിക്കണം. എന്റെ ദേശത്തൊരു അനർത്ഥങ്ങൾ കടന്നു വരുമ്പോൾ, എന്റെ ഭവനത്തിൽ ഒരു അനർത്ഥം കടന്നു വരാൻ ദുഷ്ടൻ പദ്ധതി ഒരുക്കുമ്പോൾ ആമേൻ ദൈവത്തിന്റെ വൈതലേ, നീ പ്രാർത്ഥിക്കുന്ന ഒരുവനാണെങ്കിൽ ആമേൻ നിന്റെ പ്രാർത്ഥിക്കുന്ന ഒരാൾ നിന്റെ ഭവനത്തിലുണ്ടെങ്കിൽ അവനത് തിരിച്ചറിയണം. അവനത് ആത്മാവിൽ തിരിച്ചറിഞ്ഞ് അതിനെ അതിജീവിക്കുവാനടക്കവണ്ണം ഹല്ലേലൂയ മുട്ടുമടക്കുവാനായിട്ടിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ആമേൻ, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ, ആമേൻ, നമ്മുടെ ആരാധനകളൊക്കെ ജ്വലിക്കുവാനായിട്ടിടയായി തീർണം. ആമേൻ, അനങ്ങാപ്പാറ പോലെ ഇരിക്കരുത് കേട്ടോ. നമ്മൾ ആത്മാവിൽ ആരാധിച്ച് ബലം പ്രാപിക്കണം. നമ്മുടെ ഭവനങ്ങളൊക്കെ വിടുവിക്കപ്പെടണം. നമ്മുടെ ദേശം വിടുവിക്കപ്പെടുവാൻ ഇടയായി തീരണം. അപ്പോ നമ്മൾ ഈ കർത്താവുമായിട്ട് അടുത്ത് വരുമ്പോൾ, ഈ കർത്താവുമായിട്ട് ചേർന്ന് നടക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ അനുസരണയുള്ളവരായി തീരണം. അത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ആരാധന വെളിപ്പെടണം. പ്രൈസ് ലോർഡ്. നമ്മുടെ ഭവനങ്ങളിൽ ആരാധന വെളിപ്പെടണം. ഹല്ലേലൂയ. ആരാധന വെളിപ്പെടുമ്പോൾ വിടുതൽ വ്യാപരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ 3 കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോ ആമേൻ, ഒന്നാമത് ഞാൻ പറഞ്ഞു, കർത്താവുമായി ചേർന്ന് നടക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അനുസരണയാണ്. ആമേൻ, എന്തുവാ, അനുതാപമാണ്. രണ്ടാമത് അനുസരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അനുസരണം മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ ആരാധന വെളിപ്പെടാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ ആരാധന വെളിപ്പെടുവാനിടയായി തീരണം. മൂന്നാമത്, ആമേൻ, മോശ ദൈവത്തെ കണ്ട വ്യക്തിയാ. ഹല്ലേലൂയ. മോശ ദൈവത്തോട് മുഖാമുഖമായി സംസാരിച്ച വ്യക്തിയാ. മോശയോട് ദൈവം പറഞ്ഞു, ആമേൻ, പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായവും 4-ാമത്തെ അധ്യായവും ഒക്കെ വായിക്കുമ്പോൾ, ആമേൻ, യേശു കർത്താവ്, യഹോവയായ ദൈവം, ആമേൻ, മുൾപടർപ്പിലേക്ക് ഇറങ്ങി വന്ന്, ആമേൻ, ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ തക്കവണ്ണം, ആമേൻ, ദൈവം അവിടെ ഇറങ്ങി വരികയാ. മോശയുടെ മുൻപാകെ വെളിപ്പെടുകയാ. ഹല്ലേലൂയ. ആമേൻ, ഇത്രോവിന്റെ ആടുകളുമായി മരുഭൂമിയിലായിരിക്കുന്ന മോശയുടെ മുൻപാകെ, ആമേൻ, യഹോവയുടെ തേജസ് ഇറങ്ങുകയാ. ആമേൻ, ഹല്ലേലൂയ. ആ മുൾപടർപ്പ് കത്തുന്നതും, ആമേൻ, അവിടെ തീ കത്തുന്നതും, എന്നാൽ മുള്ളുകളെ കരിഞ്ഞു പോകാതെ ഇരിക്കുന്നതും കണ്ട് അവിടെ എന്താകുന്നു എന്ന് നോക്കുവാനായിട്ട് ചെന്ന, ഹല്ലേലൂയ, മോശ ദൈവശബ്ദം കേൾക്കുകയാ. മോശേ, മോശേ എന്ന് ദൈവം വിളിക്കുകയാ. ഹല്ലേലൂയ. ആമേൻ, ആ മരുഭൂമിയുടെ നടുവിൽ മോശ ദൈവശബ്ദം കേട്ടെങ്കിൽ, ആമേൻ, വെറുതെ അല്ല മോശയെ വിളിച്ചത് കേട്ടോ. വലിയൊരു ഉത്തരവാദിത്വത്തിന് വേണ്ടി, ആമേൻ, അവിടെ വായിക്കുന്നു, യഹോവയുടെ ജനത്തെ, ദൈവജനത്തെ വിടുവിക്കേണ്ടതിന് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്നാ മോശയോട് ദൈവം പറഞ്ഞത്. ഹല്ലേലൂയ. ആമേൻ. മിസ്രൈമിൽ തന്റെ ജനത്തിന്റെ അയ്യമ്പിളി ഞാൻ കേട്ടു. ആമേൻ, അവരുടെ കഷ്ടപ്പാട് ഞാൻ കണ്ടു. അവരെ വിടുവിച്ചെടുക്കേണ്ടതിന്, ആമേൻ, മോശയെ വിളിച്ച്, ഹല്ലേലൂയ, വേർതിരിക്കുക. ആമേൻ, വലിയൊരു പ്രവൃത്തി ചെയ്തെടുക്കുവാൻ മോശയെ നിയോഗിക്കുക. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഞാൻ ഒന്ന് പറയട്ടെ, നമ്മൾ എല്ലാവരും ഇവിടെ പ്രവാസത്തിലാണ് കേട്ടോ. ആമേൻ, പ്രവാസത്തിലായിരിക്കുന്ന ഞാനും നിങ്ങളും, ആമേൻ, ഹല്ലേലൂയ, ഒരടിമ സുഖത്തിനകത്താ. ഈ ലോകം ഭരിക്കുന്നത് പിശാചാണ്. നമ്മുടെ, ഹല്ലേലൂയ, നമ്മൾ എന്നും ഈ ലോകത്ത് കിടക്കാനല്ല ദൈവം നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധിയുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമുണ്ട്. പക്ഷേ, ആമേൻ, ഹല്ലേലൂയ, ഇതൊക്കെ താൽക്കാലികമാണ് കേട്ടോ. ഇതൊന്നും, ഈ വേദനയൊന്നും എന്നുമെന്നും നിലനിൽക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ച് വേർതിരിച്ചത് എന്നും ഇവിടെ ഒതുങ്ങിക്കൂടാനല്ല. നമ്മൾ ഇവിടെ പ്രവാസിയാണ്. ആമേൻ, നമുക്കൊരു ഭവനം എന്റെ അപ്പൻ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ, ഹല്ലേലൂയ, ഒരു അടിമനുഖത്തിൽ അല്ലെങ്കിൽ ഫറവോന്റെ അടിമത്തിൽ കിടക്കുന്ന നമ്മളെ, ആമേൻ, ഹല്ലേലൂയ, ഒരു കനാനിലേക്ക് വിളിച്ചു വേർതിരിക്കുവാൻ, ആമേൻ, ഇവിടെ കർത്താവ് പറയും, യഹോവയായ ദൈവം പറഞ്ഞു, മോശേ, ഞാൻ എന്റെ ജനത്തിന്റെ ഊഴിയ വിചാരന്മാർ കാരണം, ആമേൻ, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു. ഇന്ന്, ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം, കഷ്ടതയുടെ നടുവിലായിരിക്കുന്ന ദൈവത്തിന്റെ ജനം, ആമേൻ, ഈ ഭൂമിയിലിരുന്ന് നിലവിളിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ആമേൻ, യഹോവയുടെ സന്നിധിയിൽ എത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ, ആമേൻ, ഒരു മോശയെ ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ തെരഞ്ഞെടുത്തെങ്കിൽ, ആമേൻ, എന്റെ കർത്താവ്, ആമേൻ, അധികം താമസം വിനാ, ആമേൻ, തന്റെ സഭയെ എടുക്കുവാൻ കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലിയൊരു ദൗത്യത്തിന് വേണ്ടി മോശയെ നിയോഗിച്ചാക്കിയത് മിസ്രൈമിലേക്ക് കടന്നു എന്ന് അവിടെയുള്ള തന്റെ ജനത്തെ വിടുവിക്കുവാൻ. ഹല്ലേലൂയ. മോശയെ പ്രവൃത്തിയിലൂടെ, ആമേൻ, ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടും. മോശ ഒരുപാട് കഷ്ടപ്പെട്ടു ഈ ജനത്തെ കൊണ്ട് അക്കരെ എത്തിക്കുവാൻ. ആമേൻ, ഹല്ലേലൂയ. ഒരുപാട് അനുസരണം കെട്ട ജനം, ഈ അനുസരണം കെട്ട ജനത്തെ, ആമേൻ, ഹല്ലേലൂയ, കനാനിൽ എത്തിക്കുവാൻ തക്കവണ്ണം മോശ ഒരുപാട് ത്യാഗം സഹിച്ചു. തന്റെ
തന്റെ പ്രവൃത്തിയിലൂടെ ആമേൻ അത് വെളിപ്പെടുത്തി. ഹല്ലേലൂയ. മോശ ഇന്ന് പകൽക്കാലം ആമേൻ ഒരു പുറപ്പാടിന്റെ സമയമായിട്ടുണ്ട് കേട്ടോ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഒരു പുറപ്പാടിന് വേണ്ടി ഒരുങ്ങിക്കോ. ആമേൻ, ഒരു പുറപ്പാടിന് വേണ്ടി ഒരുങ്ങിക്കോ. ഏത് സമയം ഹല്ലേലൂയ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആമേൻ ഹല്ലേലൂയ എന്റെ ഉള്ളിൽ ഒരു ഭയമുണ്ട് കേട്ടോ. കാരണം ഏത് നിമിഷവും കർത്താവ് തന്റെ സഭയെ എടുക്കും. ആമേൻ, ലോകത്തിന്റെ പോക്ക് അങ്ങനെയാ. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നമ്മളെല്ലാവരും വിശ്വാസികളാണ്, യേശു കർത്താവിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളവരാണ്. പക്ഷേ നിന്റെ ജീവിതത്തിൽ ഒരു വിശുദ്ധിയുണ്ടോ? നിന്റെ ജീവിതത്തിൽ ഒരു ആരാധനയുണ്ടോ? ആമേൻ, നീ ഹല്ലേലൂയ ആമേൻ നീ പുറപ്പെടുവാൻ തക്കവണ്ണം കാഹളം ധ്വനിക്കുവാൻ ആമേൻ ഒരുക്കമായി ഒരുങ്ങി നിൽക്കുമ്പോൾ കർത്താവ് ഹല്ലേലൂയ ആമേൻ അവസാന നിമിഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ കാഹളം കേട്ടാൽ, ആമേൻ ആ പുറപ്പാടിന്റെ ധ്വനി കേട്ടാൽ, ആമേൻ എനിക്കും നിങ്ങൾക്കും ആമേൻ ആ പുറപ്പെടുവാനുള്ള സമയം അടുത്തിരിക്കുമ്പോൾ തയ്യാറായിട്ടുണ്ടോ എന്ന് ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ഹല്ലേലൂയ. ഈ പ്രവാചകന്മാരൊക്കെ കാലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുന്നത് ആമേൻ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ഇതൊക്കെ നിവർത്തീകരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. കാലങ്ങൾക്ക് മുമ്പ് യെസക്കിയേലും ഇരമ്യാവും ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഇന്ന് നമ്മുടെ കണ്ണു മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓർത്തുകൊള്ളണം. ആമേൻ, ഒരു പുറപ്പാടിന്റെ സമയം അടുത്തു. ഹല്ലേലൂയ. ആമേൻ, മോശയെ തെരഞ്ഞെടുത്തത് ഈ ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ വലിയ ഒരു ഹല്ലേലൂയ നേതാവാക്കി ആമേൻ വിളിച്ചു വേർതിരിച്ചതുപോലെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ജനമേ, ആമേൻ എന്നെയും നിങ്ങളെയും ദൈവം തമ്പുരാൻ വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാ. ആമേൻ ഹല്ലേലൂയ പുറപ്പെടുവാനുള്ള ആമേൻ പുറപ്പാടിന്റെ സമയം അടുത്തിരിക്കുമ്പോൾ ആമേൻ എത്രയോ പേര് ഒരുങ്ങിയിട്ടില്ലാത്തവരുണ്ട്. ആമേൻ എന്റെ ദേശത്തുണ്ട്, എന്റെ പട്ടണത്തിലുണ്ട്. ആമേൻ ഹല്ലേലൂയ എന്റെ ഭവനത്തിനകത്തുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ സർക്കാരകൻ നിന്റെ ഭവനത്തിൽ അടുക്കാതെ ഇരിക്കേണ്ടതിന്, ദുഷ്ടൻ നിന്റെ ഭവനത്തിനകത്ത് അടുക്കാതെ ഇരിക്കേണ്ടതിന് ആമേൻ ഒന്ന് ഉണർന്നിരിക്കുവാൻ, ആ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ ഒന്ന് മുദ്ര ചെയ്യുവാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. നമ്മളെ വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചാണ് ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ആ ഉത്തരവാദിത്വം നമ്മൾ മറന്നു പോകരുത്. ആമേൻ, എത്രമാത്രം നമ്മളത് ചെയ്യുന്നുണ്ട്. എന്താണ് എന്റെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? എന്റെ പ്രാണപ്രിയനെ ഒന്ന് ഹല്ലേലൂയ ആമേൻ ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചാട്ട്. കർത്താവേ, ആമേൻ എന്റെ ജീവിതത്തിൽ എത്രമാത്രം തീഷ്ണതയോടുകൂടെയാണ് ഞാൻ നിൽക്കുന്നത്? എന്നെ ഏൽപ്പിച്ച പ്രവൃത്തി ഞാൻ ചെയ്തിട്ടുണ്ടോ? ആമേൻ, അബ്രഹാം അനുസരിച്ചത് കാരണം ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടുവാനിടയായി. ആമേൻ ഹല്ലേലൂയ. ഒരു ജനതയെ മുഴുവനും ആമേൻ ഹല്ലേലൂയ മോശ നയിച്ചു കൊണ്ടുപോയി. മോശ പ്രവൃത്തിയിലൂടെ ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി, മോശയിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടതുപോലെ എന്നെയും നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനാന്ന് വിചാരിച്ചാൽ ദേശത്തിന്റെ നടുവിലാക്കി വെച്ചിരിക്കുന്നത്. ആമേൻ, ഇന്ന് എല്ലാവർക്കും വിദേശത്ത് പോയി ഹല്ലേലൂയ സുവിശേഷം പറയാൻ ഭയങ്കര ആഗ്രഹമാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ വിദേശത്ത് പോകുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്റെ കണ്ണെത്തുന്ന ദൂരത്ത് ഹല്ലേലൂയ ഒരുപാട് പേര് വിടുവിക്കപ്പെടാതെ ഇപ്പോഴും കിടപ്പുണ്ട്. ഹല്ലേലൂയ. എന്റെ അയൽവക്കത്ത് വിടുവിക്കപ്പെടാത്തവൻ ഇപ്പോഴും കിടപ്പുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ആമേൻ ഒരു ദിവസം ഒരു ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നിനക്ക് സാധിക്കുമോ? ആമേൻ ഒരു ദിവസം നീ മുഴങ്കാലം അടക്കുമ്പോൾ നിന്റെ ചുറ്റുവട്ടത്തുള്ള ഭവനങ്ങളെ ഓരോ ദിവസം ഓരോ ഭവനങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് ആമേൻ മുഴങ്കാലം അടക്കുവാൻ സാധിക്കുമോ? പ്രസംഗിക്കുന്നത് മാത്രമല്ല ശുശ്രൂഷ കേട്ടോ. ആമേൻ ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശുശ്രൂഷയാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുന്നവർ ശുശ്രൂഷയാണ്. മറ്റുള്ളവരെ കരുതുന്നത് ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഓഹരി ആമേൻ വേർതിരിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി ആമേൻ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്ന ദൈവജനമുണ്ട്. ആമേൻ, നമ്മുടെ കേരളത്തിലൊക്കെ ഇത്രത്തോളം സ്വാതന്ത്ര്യം ഉണ്ട്. നമ്മുടെ ദൈവദാസന്മാർക്കൊന്നും വലിയ കഷ്ടപ്പാടുമില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ ചെന്നാൽ അവിടെയുള്ള ദൈവദാസന്മാർ അനുഭവിക്കുന്ന കഷ്ടപ്പാട്, അവിടെ എന്തൊരു വിശ്വാസമാ. ആമേൻ, അവര് ഇത്രയും ഒന്നും തുറന്നൊന്നും ഇവിടെ കിടന്ന് അലറുന്നത് പോലെ അവിടെ കിടന്ന് അലറേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെയുള്ള ജനത്തോട് യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം മതി. അത്രയും തന്നെ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലാ. അവിടെ നോർത്ത് ഇന്ത്യയിലും കേരളത്തിന് പുറത്തുള്ള ദൈവദാസന്മാരൊക്കെ ആമേൻ പലർക്കും അറിയാമായിരിക്കും, പുറത്തുള്ളവരൊക്കെ ഉണ്ടല്ലോ ഈ സൂമിനകത്ത്. ആമേൻ,
ഒരു പാന്റിന്റെ പുറം കീറിയ പാൻസും ഒക്കെ ഇട്ടോണ്ട് ശുശ്രൂഷയ്ക്കൊക്കെ വേണ്ടി കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയം പൊട്ടും. ഹല്ലേലൂയ. നമുക്കാണ് ഏതിടണമെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ട്, ആമേൻ, ഹല്ലേലൂയ. നമ്മളൊരു കൂട്ടായ്മയ്ക്ക് പോകണമെങ്കിൽ ഏതിടണമെന്ന് നമ്മൾ തെരഞ്ഞു പറക്കുമ്പോൾ, ആമേൻ, പാവപ്പെട്ട ശുശ്രൂഷകര്, ആമേൻ, ഹല്ലേലൂയ, നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു ഡ്രസ്സിന് പകരം മറ്റൊന്ന് മാറിയിടാൻ പോലും ഇല്ലാത്ത ഒരുപാട് സുവിശേഷകരുണ്ട് കേട്ടോ. ആമേൻ, ഈ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്നതിന്, ആമേൻ, ജയിലിൽ കിടക്കുന്നവരുണ്ട്. കള്ളക്കേസ്, ഹല്ലേലൂയ, കൊടുത്ത് ജയിലിലിട്ടും ഉപദ്രവിക്കുകയും ചെയ്യുന്നവരുണ്ട്. നമുക്കിവിടെ ഉപദ്രവമില്ല, നിന്നയില്ല, പഴിയില്ല, ദുഷിയില്ല, ഒന്നുമില്ല. ആമേൻ, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മൾക്ക് സ്വാതന്ത്ര്യത്തോടുകൂടെ ആരാധിക്കുവാനുള്ള മനസ്സില്ല. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുമോ? ആമേൻ. നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുമോ? നോർത്ത് ഇന്ത്യയിലുള്ള സുവിശേഷകരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയുമോ? ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുമ്പോഴാണ് ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എളിയവർക്ക് വേണ്ടി ചെയ്തതൊക്കെ എനിക്ക് വേണ്ടി ചെയ്തു. ഞാൻ പട്ടിണിയിലായിരുന്നു, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല. ആമേൻ, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നില്ല. എന്ന ഒരു കൂട്ടം ആളുകളോട് പറഞ്ഞു, ആമേൻ, എനിക്ക് വിശന്നു, നിങ്ങൾ എന്നെ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു. ഞാൻ ജയിലിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ഹല്ലേലൂയ. ഇതൊക്കെ എപ്പോ സംഭവിച്ചു കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ എളിയവർക്ക് വേണ്ടി ചെയ്തതൊക്കെയും എനിക്ക് വേണ്ടി ചെയ്തു എന്ന് കർത്താവ് പറഞ്ഞു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആമേൻ, നോർത്ത് ഇന്ത്യയിലുള്ള സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആമേൻ, നോർത്ത് ഇന്ത്യയിലുള്ള വേലക്കാരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കണം. ഒരുപാട് കഷ്ടതയും പീഡനവും അനുഭവിക്കുന്നവരുണ്ട്. എന്നാൽ ഹല്ലേലൂയ, നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്തേക്ക് പോകുവാൻ എനിക്കൊരു വിളിയുണ്ടോ? വിളിയുണ്ടെങ്കിൽ ഹല്ലേലൂയ, കർത്താവേ, അവിടെ വലിയ കഷ്ടപ്പാടാണ്. ആമേൻ, അവിടെ എങ്ങനെ സുവിശേഷം പറയും? ആ കഷ്ടപ്പാടിലേക്ക് പോകുവാൻ എനിക്ക് സാധിക്കത്തില്ലെന്ന് പറയുമോ? അതോ അടിയനിതാ യെശയ്യാവ് വിളി കേട്ടപ്പോൾ, യെശയ്യാവ് ദൈവത്തെ കണ്ടപ്പോൾ ആരെനിക്ക് വേണ്ടി പോകുമെന്നുള്ള ചോദ്യത്തിന് യെശയ്യാവ് പറഞ്ഞു, അടിയനിതാ, ആമേൻ, ഹല്ലേലൂയ, ഞാൻ വില്ലിങ് ആണെന്ന് പറയുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് സാധിക്കണം. കർത്താവേ, ഞാൻ ഇന്ന് ഏത് ദേശത്തേക്ക് പോകണോ? ആമേൻ, ഇന്ന് ഞാൻ ഏത് പട്ടണത്തിലേക്ക് പോകണോ? ഞാൻ ഇന്ന് ഏത് ഭവനത്തിലേക്ക് പോകണോ? ആരെങ്കിലും ഹല്ലേലൂയ ഇരുട്ടറയിൽ കിടക്കുന്നുണ്ടോ? ആമേൻ, ആരെങ്കിലും ഹല്ലേലൂയ ഈ കർത്താവിനെ കാണാത്തവരുണ്ടോ? ഈ സത്യം മനസ്സിലാക്കാത്തവരുണ്ടോ? അവരുടെ ഇടയിലേക്ക് എന്നെ ഇന്ന് പകൽക്കാലം അയക്കണമേ എന്ന് പറയുവാൻ, ഹല്ലേലൂയ, നമുക്കിടയായി തീരണം. അങ്ങനെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ, ആമേൻ, ദൈവത്തിന്റെ വേല വളരെ വേഗം നടക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇപ്പോഴും കർത്താവ് വരാൻ താമസിക്കുന്നത് എവിടെയൊക്കെയോ, ആമേൻ, പിന്നെയും ജനം ഹല്ലേലൂയ മാനസാന്തരപ്പെടുവാനായിട്ടുണ്ട്. ആമേൻ, പിന്നെയും ജനം കർത്താവിന്റെ സന്നിധിയിലേക്ക് വരാനായിട്ടുണ്ട്. ആരും നശിച്ചു പോകുവാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ല. ഒരാള് പോലും നശിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. അത് മാത്രമല്ല ദൈവത്തിന്റെ ജനമേ, വളരെ വേദനയോട് പറയാനുള്ള ഒരു കാര്യം കൂടെ, ഇന്ന് വിശ്വാസികൾ പോലും കർത്താവിന്റെ കാഹളം ധ്വനി കേട്ടാൽ അവര് എടുക്കപ്പെടുമോ എന്നുള്ളത് സംശയമാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസികൾ പോലും, നമ്മൾ പേരിന് വിശ്വാസിയാ, നമ്മൾ ആരാധിക്കുന്നവരാ, എന്നാൽ കർത്താവിന്റെ കാഹളം ധ്വനി, ആമേൻ, ദൈവത്തിന്റെ പൈതൽ നിന്റെ ചെവിയിൽ എത്തുമോ ഇല്ലയോ എന്ന് നീ തന്നെ ഒന്ന് ചോദന ചെയ്തു വേണം. ആമേൻ, ഹല്ലേലൂയ. ഈ തിരുവചനം പഠിക്കുമ്പോഴുണ്ടല്ലോ, ആമേൻ, വേദപുസ്തകം ഹല്ലേലൂയ വായിച്ചു നോക്കുമ്പോ, ആമേൻ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ, കർത്താവേ, ഇതൊക്കെ സത്യമാണെങ്കിൽ ഞാൻ നിത്യതയിൽ എത്തുമോ? ഹല്ലേലൂയ. കാരണം അത്ര ഭയമാ. അതുപോലെ നമ്മുടെ ജീവിതം, ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ല, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ദിനംതോറും കർത്താവിന്റെ സന്നിധിയിൽ അനുതാപത്തോടുകൂടെ കടന്നു വരണം. എവിടെ അനുതാപം ഇല്ലാതിരിക്കുമോ, ആമേൻ, അവിടെ വിടുതലുമില്ല. ആമേൻ, ഒരുപക്ഷെ നമുക്ക് നിത്യത നഷ്ടപ്പെട്ടു പോകത്തില്ലായിരിക്കും, പക്ഷേ നമുക്കൊരു റിവാർഡ് ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു നന്മയുണ്ട്. അതനുഭവിക്കാതെ എനിക്ക് നിങ്ങളെ അറിയത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു പദവി നമുക്ക് വേണ്ടി കർത്താവ് തരാൻ ഒരുക്കി വെച്ചിരിക്കുമ്പോൾ ആ പദവി നമുക്ക് കിട്ടാതെ പോകരുത്. എവിടെയാണ് എന്റെ ജീവിതത്തിൽ ക്രമീകരണം പ്രാപിക്കേണ്ടത്? അങ്ങനെ നമ്മുടെ ഈ ദൈവമക്കളോട് മാനസാന്തരത്തെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ വെളിപാട് പുസ്തകത്തിനകത്ത് ഈ 7 സഭകളോട് ദൂതറിയിക്കണ്ടായിരുന്നു. ഓരോ സഭയോടും പറയുന്ന ഓരോ സഭയുടെ കുറവുകളും കാണിച്ചു കൊടുക്കുക. ഇന്ന് പകൽക്കാലം രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എവിടെയാണ് ഒരു ക്രമീകരണം വരുത്തേണ്ടത്? എവിടെയെങ്കിലും എന്റെ ജീവിതത്തിൽ ഇടർച്ച വന്നുവോ? ഞാൻ കാരണം
എന്റെ കർത്താവ് എവിടെയെങ്കിലും തലകുനിക്കാൻ ഇടയായി തീർന്നോ? നമ്മളൊന്ന് ചിന്തിക്കണം. യേശുവപ്പ, എന്റെ സംസാരം കാരണം എന്റെ കർത്താവ് ഇന്ന് തലകുനിക്കാൻ ഇടയായോ? നമ്മൾ പറയും ദൈവത്തിന്റെ പൈതലാ. സാത്താനും നമ്മളെ നോക്കി പറയും നിന്റെ പൈതലാ. പക്ഷെ അവള് പറഞ്ഞത് കേട്ടോ? അവള് പറഞ്ഞ വാക്കുകൾ എന്റെ വാക്കുകളാ. അപ്പൊ നമ്മൾ ആരുടെ അവകാശിയാ? ഒരിക്കലും നമ്മളെ നോക്കി സാത്താൻ അവകാശം പറയാനിടയാവരുത്. മോശയെ പോലും വെറുതെ വിട്ടില്ല പിശാച്. മോശയുടെ ശരീരത്തിന് പോലും അവകാശം പറഞ്ഞു നിന്ന പിശാച് നമ്മളെ കുറിച്ച് അവകാശം പറയത്തില്ലേ? ഇതുപോലെ മോശയെ കുറിച്ച് ദൈവം സാക്ഷി പറഞ്ഞിട്ടുള്ള ഇനി ഉണ്ടാകുകയില്ല, ഇതുവരെ ഉണ്ടായിട്ടും ഇല്ല എന്ന് പറഞ്ഞ് ദൈവം സാക്ഷി പറഞ്ഞ ഒരു വ്യക്തിയാ മോശ. ആ മോശ പോലും മരിച്ചപ്പോ ദൈവത്തിന്റെ ദൂതൻ അടക്കാൻ ചെന്നപ്പോ സാത്താൻ അവിടെയും അവകാശം പറഞ്ഞു. എന്താ? ഇവൻ ഒരുവനെ കൊന്നു മണലിൽ കുഴിച്ചിട്ടതാ. ആ മോശയെ പോലും വെറുതെ വിട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ ജനമേ, എന്നെയും നിങ്ങളെയും സാത്താൻ വെറുതെ വിടുവോ? അവൻ അവസരം നോക്കിയിരിക്കും. പക്ഷേ പിശാച് നമ്മുടെ മേൽ അവകാശം സ്ഥാപിക്കുന്ന യാതൊരു മലിനതകളും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകരുത്. നമുക്കറിയാം ദൈവം ക്ഷമിക്കുന്നവനാ. ദൈവസന്നിധിയിൽ അനുതപിച്ചാൽ ദൈവം ക്ഷമിക്കും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുവാനും നമ്മളെ തന്നെ ഒന്ന് പുനർപരിശോധന ചെയ്യുവാനും ഈ ദിവസങ്ങളിൽ ഇടയായി തീരണം. നമ്മൾ കർത്താവിനെ കണ്ടെത്തിയവരാ. ആമേൻ. കർത്താവിനെ ആരാധിക്കുന്ന ദൈവജനമാ. നമ്മുടെ ജീവിതത്തിൽ ദിനംതോറും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് അനുതാപം. രണ്ടാമത്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തോടുള്ള അനുസരണ ഉണ്ടായിരിക്കണം. അനുസരിക്കുന്ന ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ആമേൻ ആരാധനയുണ്ടായിരിക്കണം. നമ്മൾ തന്നെ ഒരു ആരാധനയായി മാറണം. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കുകയും. അപ്പൊ നമ്മൾ ദൈവസന്നിധിയിൽ അനുസരണയുള്ള യാഗമായി ദിനംതോറും മാറുവാൻ നമുക്ക് കഴിയണം. അത് മാത്രമല്ല, നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് ആമേൻ ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് ഒതുങ്ങിപ്പോകാനല്ല, എന്റെ പ്രവൃത്തിയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടിടയായി തീരണം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കണ്ട് മറ്റുള്ളവർ പറയണം, ഇവളിൽ ഒരു ദൈവ സ്നേഹമുണ്ട്, ഇവളൊരു ദൈവ പൈതലാണ് എന്ന് എന്റെ പ്രവൃത്തി കണ്ടിട്ട് മറ്റുള്ളവർ എന്നെ നോക്കി സാക്ഷിപ്പാനിടയായി തീരണം. പ്രിയ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, എവിടെയെങ്കിലും ഒരു വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ ആമേൻ, പുറപ്പാടിന്റെ സമയം അടുത്തിരിക്കുകയാ. ഹല്ലേലൂയ. ഒരു പുറപ്പാടിന്റെ സമയം അടുത്തിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരു പുറപ്പാടിന് വേണ്ടി റെഡിയായിരിക്കണം. ഏത് സമയമാണ് ഹല്ലേലൂയ ആ കാഹളം ധ്വനിക്കുന്നതെന്ന് അറിയത്തില്ല. ആമേൻ. ഏത് സമയം കാഹളം ധ്വനിക്കുന്നത് കേട്ടാലും ആമേൻ അതിനോടൊപ്പം കർത്താവിനോടൊപ്പം എടുക്കപ്പെടുവാൻ ദിനംതോറും നമ്മളെ തന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തി ഒന്ന് പുതുക്കി സമർപ്പിക്കാൻ ഇപ്പോഴും നമുക്കിടയായി തീരണം. അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും ഒരുക്കട്ടെ. അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. എനിക്കിങ്ങനെ ഒരു അവസരത്തെ ഒരുക്കി തന്ന പ്രിയ ദേവദാസനോടുള്ള നന്ദിയും ഈ